പ്രൈസ് ദ ലോർഡ്. ജീവജലത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ സഹോദരീ സഹോദരങ്ങൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2024 ഓഗസ്റ്റ് മാസം 6-ാം തീയതി ചൊവ്വാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വലിയ കൃപയാൽ നാം ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ ദിനം സന്തോഷത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും ദിനമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് ശമൂവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 2-ാം അധ്യായം 26-ാം വാക്യം. 1 സാമുവേൽ ചാപ്റ്റർ 2 വേഴ്സ് 26 നാം ഇങ്ങനെ വായിക്കുന്നു: ശമൂവേൽ ബാലനോ വളരുന്തോറും യഹോവയ്ക്കും മനുഷ്യർക്കും പ്രീതിയുള്ളവനായി വളർന്നു. ഒരു അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമാണ് ഇന്നത്തെ വാഗ്ദത്ത വചനമായി നമുക്ക് ലഭിച്ചത്. ശമൂവേലിന്റെ ജനനം പ്രാർത്ഥനയോടെ, പ്രാർത്ഥനയിൽ കൂടെ ഉണ്ടായതാണ് എന്ന് ക്രൈസ്തവ ലോകത്തിന് വളരെ പരിചിതമാണ്. നാം ശമൂവേൽ ബാലൻ എന്നാണ് ശമൂവേലിനെ കുറിച്ചുള്ള എല്ലാ മേഖലകളിലും നാം പങ്കിടാറുള്ളത്. ഇവിടെ വളരെ വ്യക്തമായി പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നു: ശമൂവേൽ ബാലനോ വളരുന്തോറും ദൈവത്തിനും മനുഷ്യർക്കും ഒരുപോലെ പ്രീതിയുള്ളവനായി തീർന്നു. ശമൂവേൽ ബാലനോ, അതിന് ഒരു പ്രാധാന്യമുണ്ട്. നമ്മൾ ആ 2-ാം അധ്യായം വായിക്കുമ്പോൾ ശമൂവേൽ ബാലൻ ജനിക്കപ്പെടുവാൻ ഉണ്ടായ സാഹചര്യം 1-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. അവിടെ ഏലി പുരോഹിതൻ ഉണ്ടായിരുന്നുവെന്നും ഏലി പുരോഹിതന്റെ പക്കൽ ഹന്ന തന്റെ പൈതലായ ശമൂവേൽ ബാലനെ ഏൽപ്പിച്ചെന്നും ഒക്കെ നാം വായിക്കുന്നു. എന്നാൽ പുരോഹിതനായ ഏലി പുരോഹിതന് തന്റെ മക്കളെ നിയന്ത്രിക്കുവാൻ കഴിഞ്ഞില്ല, അവരെ വേണ്ടവണ്ണം വളർത്തുവാൻ കഴിഞ്ഞില്ല. ഇതാ ഈ ഭാഗത്ത് പറയുന്നുണ്ട്, മനുഷ്യനോട് തെറ്റ് ചെയ്താൽ ദൈവത്തോട് മാപ്പപേക്ഷിക്കാം, പക്ഷേ മനുഷ്യൻ ദൈവത്തോട് ചെയ്താലോ എന്തു ചെയ്യും? അങ്ങനെ ഇതാ ഏലി പുരോഹിതന്റെ മക്കൾ തകർന്ന് തരിപ്പണമായ സമയത്ത് അതേ കാലഘട്ടത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട ഏലി പുരോഹിതന്റെ സംരക്ഷണയിൽ തന്നെയായിരുന്ന ശമൂവേൽ ബാലൻ ദൈവത്തിനും മനുഷ്യർക്കും പ്രീതിയുള്ളവനായി വളർന്നു. ഇന്നത്തെ കാലഘട്ടം വളരെ ദുഷ്കരമായ, പ്രതികൂലമുള്ള ഒരു കാലഘട്ടത്തിലാണ്. സാഹചര്യങ്ങളെല്ലാം നമുക്കെതിരാണ്. എല്ലാ അർത്ഥത്തിലും നമ്മുടെ കൈക്കുള്ളിൽ ഒതുങ്ങാത്ത ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. എന്നാൽ ആ കാലഘട്ടത്തിലും ഒരു ദൈവ പൈതൽ ദൈവത്തിനും മനുഷ്യർക്കും ഹിതകരമാകുമെന്നും ജീവിക്കണമെന്ന് ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് ചുറ്റും എന്ത് സംഭവിച്ചാലും, എന്തെല്ലാം നടമാടിയാലും, ഞാനും എൻ്റെ ദൈവമായിട്ടുള്ള ബന്ധം ശക്തമാണ് എങ്കിൽ നമ്മെ ഒന്നും ബാധിക്കുകയില്ല. അത് തന്നെയാണ് നോഹയുടെ ജീവിതം ഉൽപ്പത്തി പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. അന്ന് ലോകം മുഴുവനും വഷളത്വത്തിൽ ആണ്ടുപോയപ്പോൾ നീതിമാനായ നോഹ ദൈവകൃപയോടെ നിന്നതുകൊണ്ട് നോഹയും കുടുംബവും പെട്ടകത്തിൽ കൂടി രക്ഷപ്പെട്ടു. അതെ പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ദൈവത്തിനും മനുഷ്യർക്കും പ്രീതിയുള്ളവരായി ജീവിക്കണം. ദൈവം നമുക്ക് തന്ന ഈ ആയുസ് തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുക എന്നുള്ള സ്വാർത്ഥ ലക്ഷ്യത്തിൽ നിക്ഷിപ്തമാകാതെ മറ്റുള്ളവർക്ക് പ്രയോജനകരമാകുമാറ്, ദൈവനാമത്തിന് മഹത്വപ്പെടുമാറ് നമ്മുടെ കഴിവുകൾ, താലന്തുകൾ, പണം,
ഭവനം, തലമുറ എല്ലാം സമയം ഉൾപ്പെടെ ദൈവനാമത്തിനു വേണ്ടി, ദൈവരാജ്യത്തിനു വേണ്ടി ഉപയോഗിക്കേണ്ടത് ആവശ്യമാണ് എന്ന് ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ജീവിതം കൊണ്ട് ദൈവത്തിനും മനുഷ്യർക്കും പ്രയോജനമുണ്ടോ? കുടുംബത്തിന്, സഭയ്ക്ക്, പ്രിയപ്പെട്ടവർക്ക് അനുഗ്രഹമാണോ? അവരവർ ചിന്തിക്കണം. ശമൂവേലിനെ കുറിച്ച് നാം വചനത്തിൽ മുൻപോട്ട് കാണുമ്പോൾ ഒരേ സമയത്ത് ഇസ്രായേലിന്റെ ചരിത്രത്തിൽ 3 പദവികൾ ഒരുപോലെ അലങ്കരിച്ച ഭക്തനായ ഒരു മനുഷ്യനില്ല. അതെ, ശമൂവേൽ പ്രവാചകനായും, ശമൂവേൽ പുരോഹിതനായും, ശമൂവേൽ ന്യായാധിപതിയായും ഇസ്രായേലിന് ന്യായവിസ്താരം നടത്തി. മാത്രമല്ല, ശമൂവേലിന്റെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട മറ്റ് 2 പ്രധാനപ്പെട്ട സാക്ഷ്യങ്ങൾക്കും താൻ നേതൃത്വം വഹിച്ചു. ഇസ്രായേലിന്റെ 1ാമത്തെ രാജാവായ ശൗലിനെയും 2ാമത്തെ രാജാവായ ദാവീദിനെയും വാഴിച്ചത് ഈ ശമൂവേലാണ്. അതെ, ദൈവത്തിനും മനുഷ്യനും കൊള്ളാകുന്നവനായി പ്രീതി വരുമാറ് വളർന്നു വന്നതുകൊണ്ട് മുൻപോട്ടുള്ള ജീവിതയാത്ര അനുഗ്രഹമായിരുന്നു. എന്റെയും നിങ്ങളുടെയും ജീവിതം കൊണ്ട് ദൈവത്തിനും ദൈവരാജ്യത്തിനും ദൈവിക വേലയ്ക്കും എത്രത്തോളം അനുഗ്രഹമാകുന്നുണ്ട്. ദൈവം നമുക്ക് നൽകിയ താലന്തുകൾ, കഴിവുകൾ, പണം, സമയം, നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ സ്ഥാനമാനങ്ങൾ, നമ്മുടെ ഭവനം, എന്തിന് നമ്മുടെ തലമുറ ദൈവരാജ്യത്തിന് ഗുണപ്രദമാകുന്നുണ്ടോ? മനുഷ്യർക്ക് അവരുടെ ആവശ്യങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടോ? അതോ സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്ന സ്വാർത്ഥമതികളായി നാം തീരുകയാണോ? എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇന്നത്തെ ദിനം നമ്മുടെ ജീവിതം ശമൂവേൽ ബാലനെ സാക്ഷ്യപ്പെടുത്തിയതുപോലെ ദൈവത്തിനും മനുഷ്യർക്കും പ്രീതിയുള്ളവരായി തീരുവാൻ ഇടയാവട്ടെ. നമ്മുടെ തലമുറകളെയും നമുക്ക് അങ്ങനെ വളർത്താം. യേശുക്രിസ്തുവിന്റെ വളർച്ചയിലും ഇതേ സാക്ഷ്യം തന്നെയാണ് സുവിശേഷത്തിൽ നാം വായിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതം കൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കാം. നമ്മുടെ ചുറ്റുപാടുകൾക്ക് അനുഗ്രഹമായി തീരാം. നമ്മുടെ ജീവിതത്തെ സ്വയം ശോധന ചെയ്ത് എവിടെയെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തിരുത്തുവാനുള്ള സമയമാണ്. മാത്രമല്ല, ഒരു സ്വയം ശോധനയ്ക്ക് നാം തയ്യാറായി, കർത്താവേ, നീ എനിക്ക് നൽകുന്ന ആയുസ്, ആരോഗ്യം, കഴിവ്, പണം, താലന്ത്, ഭവനം, തലമുറ എല്ലാം ദൈവത്തിനും സഭയ്ക്കും സമൂഹത്തിനും അനുഗ്രഹപ്രദമാകുന്ന നിലയിൽ മുൻപോട്ട് കൊണ്ടുപോകുവാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ ദിനം നമുക്ക് ആരംഭിക്കാം. പ്രിയ ദൈവമക്കളെ, നമ്മൾ ഈ ലോകത്തിൽ എത്ര നാള് കാണുമെന്ന് ഒരു ഉറപ്പുമില്ല. ഇന്ന് ഈ പ്രഭാതത്തിൽ നാം ജീവജലം ശ്രവിക്കുന്നു. ഇന്ന് വൈകുന്നേരം എത്തുമോ എന്ന് നമുക്ക് ഉറപ്പില്ല. നാം ഈ ദിവസങ്ങളിൽ വായിക്കുകയും ദൃശ്യമാധ്യമങ്ങളിൽ കൂടെ കാണുകയും ചെയ്യുന്നു. വയനാട്ടിലെ നമ്മുടെ പ്രിയ സഹോദരങ്ങൾ പിറ്റേ ദിവസം ചെയ്യുവാനായി ധാരാളം കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് സ്വപ്നം കണ്ട് കിടന്നുറങ്ങി. പക്ഷേ അനേകരുടെ ജഡം ഇന്നും കിട്ടിയിട്ടില്ല. അനേകരുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങൾ മാത്രം ലഭ്യമായി. ഇന്നലെ കൊണ്ട് എത്രയോ പേർക്ക് ശവസംസ്കാര ശുശ്രൂഷ നടത്തുവാനിടയായി. നാളെ ഇന്നത്തെ എന്റെ കാര്യം സ്വസ്ഥമായിട്ട് ഞാൻ ദൈവത്തിനും മനുഷ്യർക്കും കൊള്ളാകുന്നവരായി ജീവിക്കാം എന്ന് പറയുവാൻ നമുക്ക് അവകാശമില്ല, സമയമില്ല. ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം. ഇപ്പോൾ തന്നെ ഒരു സ്വയവിചിന്തനത്തിന് തയ്യാറായി തീരുമാനത്തിൽ എത്തുക. നാളെ എന്നുള്ളത് നമ്മുടെ കയ്യിലല്ല.
ഇന്ന് എന്ന് പറയുന്നിടത്തോളം ഒരു തീരുമാനത്തിന് തയ്യാറായി ദൈവത്തിനും മനുഷ്യർക്കും പ്രീതിയോടെ കൊള്ളാകുന്നവരായി ജീവിപ്പാനും അനേകരെ ഈ ദൈവത്തിലേക്ക് നയിക്കുവാനും നമ്മുടെ ജീവിതം കണ്ട് അനേകർ യേശുവിനെ അറിയണം. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിന്റെ ഉടമകളായി കർത്താവിനോട് ചേർന്ന് മുൻപോട്ട് പോകുവാൻ ജീവജലത്തിന്റെ എല്ലാ പ്രേക്ഷകരെയും സർവശക്തനായ ദൈവം ഇടയാക്കട്ടെ. ഇന്നത്തെ ദിനം നിങ്ങൾക്കേവർക്കും അനുഗ്രഹത്തിന്റെയും നന്മയുടെയും സന്തോഷത്തിന്റെയും ദിനമാക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ, നിങ്ങളുടെ യാത്രകൾ, നിങ്ങളുടെ നിയമകാര്യങ്ങൾ, നിങ്ങളുടെ മക്കളുടെ കാര്യങ്ങൾ, നിങ്ങളുടെ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങളും തമ്പുരാൻ സഫലമാക്കട്ടെ. സ്വർഗത്തിലെ ദൈവത്തിന്റെ കൃപയും സമാധാനവും നിങ്ങളോട് ഏവരോടും കൂടെ ഇരിക്കട്ടെ. നമ്മൾക്ക് തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. നിത്യമായ സ്നേഹത്താൽ ഞങ്ങളെ എല്ലായ്പ്പോഴും സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, ശമൂവേൽ ബാലന്റെ വളർച്ചയിൽ ശമൂവേൽ ബാലൻ എങ്ങനെ ആയിരുന്നുവെന്ന് ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. ഞങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ദൈവത്തിനും മനുഷ്യർക്കും ഒരുപോലെ കൊള്ളാകുന്നവരായി, പ്രീതിയുള്ളവരായി, അനുഗ്രഹമുള്ളവരായി ജീവിപ്പാൻ ഞങ്ങൾക്ക് ലഭിക്കപ്പെട്ട വലിയ ആഹ്വാനത്തിനായി സ്തോത്രം. പലപ്പോഴും ഞങ്ങൾ സ്വാർത്ഥരായി സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്ന ഞങ്ങളുടെ കുറവുകളെ അവിടുന്ന് ക്ഷമിക്കണമേ. കഴിഞ്ഞകാല ജീവിതത്തിൽ തിരിഞ്ഞു നോക്കി ആ പോരായ്മകളെ ഏറ്റുപറഞ്ഞ് ഈ പ്രഭാതത്തിൽ ഞങ്ങളെ തന്നെ അങ്ങയുടെ പാദപീഠത്തിൽ സമർപ്പിക്കുന്നു. ദൈവജനം കേട്ട എല്ലാ നിന്റെ മക്കളെയും അനുഗ്രഹിക്കണം. ഞങ്ങൾക്ക് അവിടുന്ന് നൽകുന്ന ശിഷ്ടായുസ് ദൈവത്തിനും മനുഷ്യർക്കും ഒരുപോലെ അനുഗ്രഹപ്രദമായി ദൈവനാമ മഹത്വത്തിനായി ജീവിക്കുവാൻ ഇതാ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ സമർപ്പണങ്ങളെ അവിടുന്ന് സ്വീകരിക്കുകയും എല്ലാ ആത്മീക അനുഗ്രഹങ്ങളാലും സ്വർഗീയ കൃപകളാലും ഞങ്ങളെ പൊതിയുകയും ചെയ്യണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം ചുരുങ്ങിയ ആയുസ്സുള്ളതാണ്. ഈ ആയുസ് ദൈവത്തിനും മനുഷ്യർക്കും ഒരുപോലെ പ്രീതിയും സന്തോഷവും അനുഗ്രഹവും ഉള്ളതായി തീരട്ടെ. അങ്ങനെയാകുമ്പോൾ യുഗായുഗം കർത്താവിനോട് ചേർന്ന് നിത്യതയിൽ വസിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ ഇടയാക്കും. അങ്ങനെ ഒരു ധന്യമായ ജീവിതം ഈ ഭൂമിയിലും വരുവാനുള്ള ലോകത്തിലും പ്രാപ്യമായി കർത്താവിനോട് ചേർന്ന് ജീവിപ്പാൻ നമ്മെ ഏവരെയും ഇടയാക്കട്ടെ. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ ഒരുക്കുകയും ചെയ്യട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങളോടൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ഓൾ.